ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ ഉണ്ടാക്കിയ നൂഡിൽസൊക്കെ കഴിക്കാനായിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനസയോട് ഒത്തിരി സ്നേഹത്തോടു കൂടി നിൽക്കുക കേട്ടോ. ഇന്ന് മാനസ നൂഡിൽസായി ഉണ്ടാക്കിയിട്ടുള്ളത്. കൃഷ്ണൻ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ മണം കണ്ടിട്ട് തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും മാനസ, നീയും ഇരിക്കുക എന്ന് പറയുന്ന ആൻറ്റിയമ്മ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുക ആൻറ്റിമാർ, ഞങ്ങൾ വിളമ്പി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, മക്കളിരിക്കുക, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നു. ഇവളുണ്ടാക്കിയത് എങ്ങനെ ഉണ്ടെന്ന് പറയും മോനെ എന്ന് പറയുന്നു. മാനസം ഉണ്ടാക്കിയതല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഞാൻ നൂഡിൽസ് എടുത്ത് കഴിക്കുന്ന സമയത്ത് തന്നെ വളരെ കൊള്ളില്ലാത്തൊരു നൂഡിൽസ് ആട്ടോ വെച്ചിരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആൻറ്റിയമ്മയ്ക്കാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാട്ടോ ചെയ്യുന്നത്. എടാ പൊട്ടാ, നീ എങ്ങനെ അഭിനയിച്ച് തകർക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാനസുണ്ടാക്കിയ നൂഡിൽസ് വായിൽ വെക്കാൻ കൊള്ളില്ല, എന്ന് ഞാനും കഴിച്ചതല്ലേ, ഇത് എന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുക. നിൻ്റെ അഭിനയം എവിടെ വരെ പോകുന്നു ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത്. നമ്മുടെ ബലരാമൻ്റെ അച്ഛനും അതുപോലെ സുമിത്രയുണ്ട് കേട്ടോ അവിടെ. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ അച്ഛനും അമ്മയും സുജാതയും അതുപോലെ സാഗറും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞത്, അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ഉത്തരം പറയാത്തത് കാരണം അവർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെറും ഒരു വക്കീൽ മാത്രമല്ല, ജേർണലിസ്റ്റും കൂടിയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും നീ അതൊന്നും ലാലിയെ കണ്ടായിരുന്നോ ചോദിക്കുമ്പോഴത്തേനും ലാലി ആൻറ്റിക്ക് എല്ലാ കാര്യവും അറിയാം. പാവം ലാലി ആൻറ്റീനെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഏട്ടൻ എത്രയും പെട്ടെന്ന് ആ വിവരം അറിയിക്കണം. ഏട്ടൻ്റെ ഉള്ളിൽ പക കുത്തി കയറ്റുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏട്ടനെ അത് അറിയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഭാഗ്യശ്രീ പോകുന്നു. സുമിത്രയും അത് പാല് സംസാരിക്കുന്നുണ്ട്. അവളെല്ലാം കൊണ്ടും ഒരുമ്പിട്ട് ഇറങ്ങിയ പോലെയാണല്ലോ തോന്നുന്നതെന്ന് പറയുന്നു. അവൾ അങ്ങനെ അവനെ അറിയിക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, അത് ഞാൻ തടയുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബാലുവിനോട് പറഞ്ഞിട്ട്. അമ്മായിമാർ വഴക്ക് കൂടാട്ടോ ചെയ്യുന്നത്. നീയും കൃഷും ഒരുമിച്ച് താമസിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ഉള്ള കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയില്ലേ നീ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നത്, അമ്മായിമാർ എന്തൊക്കെയാണ് പറയുന്നത്, നിൻ്റെ അമ്മായിമാരല്ല ഞങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ചതിയിൽ പെടുത്തില്ലായിരുന്നു. കണ്ടോ, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാനസ മേഡം. ഹരിസാറ് രാവിലെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. 3 മാസത്തേക്ക് ഇനി ഓഫീസിൽ വരണ്ട എന്ന്. ഞങ്ങളുടെ അവസ്ഥ നീ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇതുവരെ, നീ ഇനി ഒന്നും പറയണ്ട, ഇനി നിനക്കും നിൻ്റെ പാടായെന്നൊക്കെ പറഞ്ഞ് അമ്മായിമാർ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ആ സമയം തന്നെ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൺമണിക്ക് മനസ്സിലായില്ല. മാനസമേടാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം തന്നെ അവിടേക്ക് ധനലക്ഷ്മി വരുന്നത് കണ്ടോ, ഇപ്പം എന്തായി, ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല. സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് കാരണമെന്നും പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇനി ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ധനലക്ഷ്മിയും അവിടെ നിന്ന് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കൺമണി അതുപോലെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവ്ജി വരുന്നുണ്ട്. എന്താ കൺമണി, നമുക്ക് പോവാം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിൻ്റെ മുഖത്തൊരു വിഷമം പോലെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അത് പിന്നെ സർ, ഞങ്ങളുടെ അമ്മായിമാരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്, ഉണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാനസ മേഡം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മാനസ മേഡം എനിക്കിട്ട് താങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ദേവ്ജി പറയുന്നുണ്ട്, അവർ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ എന്താ കാരണം, ചിലപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, എന്തായാലും ഓഫീസിൽ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും അങ്ങനെ അവർ എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും വഴി കാണാം. എന്തായാലും കൺമണി വായോ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, കൺമണി വിഷമിക്കേണ്ട കാര്യമില്ല, തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ദേവിജി കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം രാമൻ വന്നിട്ട് സഹദേവനോട് ചോദിക്കുന്നുണ്ട്, സർ എനിക്ക് ഫോണൊന്ന് തരൂ, എനിക്ക് ഭാഗ്യശ്രീയോ അല്ലെങ്കിൽ അമ്മയോ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. അതൊന്നും കഴിയില്ല സർ, ഞാൻ ആരെയും വിളിച്ചു തരില്ല, ഇപ്പം തന്നെ ഫോണ് ഇവിടുത്തെ ക്രിമിനൽസിനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സൂപ്രണ്ട് എനിക്ക് എതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി എനിക്ക് ഇവിടുന്ന് ഈ യൂണിഫോമും കൂടി അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം പട്ടിണിയാവും. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ തന്നെ സർ ഇടപെടാൻ നിൽക്കണ്ട, ഇനി ആർക്കും ഞാൻ ഫോൺ തരില്ല, സാറിന് എന്നോടൊന്നും തോന്നരുതെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആ ക്രിമിനൽ ലോയറിനെ ഒന്ന് വിളിച്ചതായോ, ഇവിടെ നിന്ന് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അത് വേണമെങ്കിൽ സൗകര്യം ഞാൻ ചെയ്തു തരാം, എന്നാലും ഫോണിൻ്റെ കാര്യം സർ എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് അവിടെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്, സർ ഒരാൾ പുറത്ത് കാണാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നു.
അത് ഭാഗ്യശ്രീയാണ്. പക്ഷേ സഹദേവനോടല്ല, നമ്മുടെ ബലരാമനോട് പറയുന്നില്ല. അന്വേഷണം തന്നെ ഭാഗ്യശ്രീ ആണെങ്കിലോ, എനിക്ക് ഏട്ടനെ കാണണം, എത്രയും പെട്ടെന്ന് എനിക്ക് ഏട്ടനെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഏട്ടനെ കാണാൻ അനുവാദമില്ല, സൂപ്രണ്ട് ഇവിടുന്ന് പൊതുവെ പുറത്തുള്ള ആളുകളെ അകത്തേക്ക് കയറ്റരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അങ്ങനെ, സൂപ്രണ്ട് എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇനി കൂടുതൽ ആരും ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ശേഷം തന്നെ പിന്നീട് ഭാഗ്യശ്രീ ആണെങ്കിലോ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കാട്ടോ, എന്തെങ്കിലും ഈ സത്യങ്ങളെല്ലാം തന്നെ ബലരാമനെ അറിയിക്കണമെന്ന് തോന്നിയിട്ട് അതിനുശേഷം തന്നെ ഓഫീസിലാണ് കാണിക്കുന്നത്. കൺമണിയും അതുപോലെ തന്നെ ഒരു സ്റ്റാഫും കൂടി നിന്ന് സംസാരിക്കുന്നു. അവർ അവിടുത്തെ വർക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം തന്നെ നമ്മുടെ കൃഷും അതുപോലെ മാനസിയും അങ്ങോട്ടേക്ക് വരാട്ടോ ഓഫീസിലേക്ക്. അതിനുശേഷം തന്നെ കൃഷ് കൺമണി കാണാൻ വേണ്ടിയിട്ട് തന്നെ കൃഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അവനോട് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ മാനസ നടത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഇതെല്ലാം കാണുന്ന കൺമണിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അതിനുശേഷം തന്നെ ഒരു ഓഫീസിലിരിക്കുന്ന സമയത്ത് കൺമണി സോറി ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, സാർ ഇനി കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കണ്ട, എനിക്കൊന്നും കാണേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അതല്ല കൺമണി, ഞാൻ പറയട്ടെ കാര്യങ്ങളൊക്കെ, ഇത്രയും ഓവറായിട്ടൊക്കെ എന്തിനാ സാർ ഇങ്ങനെ അവനോട് സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി, കുറച്ച് ഓവറാവുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും മാനസ വീണ്ടും കയറി വരുന്നു കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എനിക്ക് സാർ കൃഷിന് തിരക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ ഒരു മെയിലുണ്ട്, മാത്രമല്ല എന്തിനാണ് സുലോചനയും അതുപോലെ തന്നെ 2-3 സ്റ്റാഫിനെ ഞാൻ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു, കാരണം അവരുടെ രീതികളൊന്നും ശരിയല്ല, എനിക്ക് പുതിയ ആൾക്കാരെ അവിടെ നിയമിക്കണം, അതിനുള്ള ആഡുകളൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കേട്ടോ കൃഷിനോട്. അതെന്തുകൊണ്ടാണ് അവർ, കൃഷ് എന്താ, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് കൃഷി അതൊക്കെ മറന്നുപോയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താ റീസൺ ചോദിക്കുമ്പോഴത്തേനും അവർ ലേറ്റായിട്ടാണ് ഓഫീസിൽ വരുന്നത്, അതുപോലെ തന്നെ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് പോവും. പിന്നെ ഓഫീസിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല. ഇതെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ കൺമണി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇവിടെ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുകയുള്ളൂ. എന്തായാലും ഒരാളെ ഞാൻ നിയമിച്ചിട്ടുണ്ട്, അത് കൃഷ്ണ വൈകാതെ തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി മാനസയെ ഇങ്ങനെ നോക്കുന്നതായിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.